അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ റാഗി വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ റാഗിയിൽ നിന്നും കൂവരക് അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടും. മുഴുവൻ റാഗിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 250 ml കപ്പിന് 1.5 കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 1/2 കപ്പ് ഇതുപോലത്തെ മുഴുവൻ ഉഴുന്നും എടുത്തിട്ടുണ്ട്. അതും 250 ml കപ്പിന് 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 250 ml കപ്പളവിന് 1/4 കപ്പളവ് പച്ചരിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 5-6 മണിക്കൂർ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെക്കണം. 6 മണിക്കൂർ റാഗി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഉഴുന്നും കുതിർത്തെടുത്തിട്ടുണ്ട്, പച്ചരിയും കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കുക. ഒരു 6-7 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കുക. അപ്പൊ ഇത് മൂന്നും ഒരുമിച്ചിട്ട് വേണമെങ്കിലും കുതിർക്കാൻ വെക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. റാഗിയിലുള്ള വെള്ളം മുഴുവനും മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം കുതിർത്തിട്ട് വെള്ളം മുഴുവനും മാറ്റി എടുത്തിട്ടുള്ള ഉഴുന്നാണ്. അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കുതിർത്തെടുത്ത് വെച്ച പച്ചരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി റാഗിയും അതുപോലെ ഉഴുന്നും പച്ചരി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് അങ്ങ് കുതിർത്തെടുത്താൽ മതി. ഇപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. ചെറിയ ജാറായത് കൊണ്ടാണ്. ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് ഞാൻ പറയാം എത്ര വെള്ളം വേണ്ടി വന്നിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഈ ഒരു കട്ടിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ആദ്യത്തെ ബാച്ച് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ച് നോക്കുക. ആവശ്യമെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മളെടുത്ത റാഗിയും ഉഴുന്നും അതുപോലെ തന്നെ പച്ചരിയുടെയും വെള്ളം മുഴുവനും മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തു. നമ്മൾ കുതിർത്തെടുത്ത വെള്ളം മുഴുവനും മാറ്റിയതിന് ശേഷമാണ് ഓരോ ബാച്ചിനും 3 ടേബിൾ സ്പൂൺ വെള്ളം വീതം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം അതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഞാനിവിടെ 3 വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. കുറച്ച് തീരെ അങ്ങനെ ഐസായിട്ട് കട്ട് ചെയ്ത ചെറിയൊരു കട്ടിക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കുക. 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഈ സവാള ഇങ്ങനെ കിടക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മൂന്ന് സവാളയും ഇതുപോലെ കൈവച്ച് ഒന്ന് ഞെരടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളകാണ്. ഇതിപ്പം കുറച്ച് എരിവുള്ള മുളകാണ്. എരിവില്ലാത്ത മുളകാണെന്നുണ്ടെങ്കിൽ ഒരു 4 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മുളക് പൊടിയല്ല ചേർക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്താണ് ചേർക്കേണ്ടത്. പേസ്റ്റ് പരുവത്തിനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടോ അങ്ങനെയൊന്നുമല്ല, ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി കുറച്ചും കൂടെ ടേസ്റ്റ് കൊടുക്കുന്നത് വെളുത്തുള്ളി അല്ലികളാണ്. ഞാനൊരു 10 വെളുത്തുള്ളി അല്ലികൾ ഇതുപോലെ ചതച്ചാണ് എടുത്തിട്ടുള്ളത്. മേൽഭാഗത്തുള്ള തൊലിയെല്ലാം മാറ്റിയിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ചെറിയൊരു തൊലിയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ തൊലി വേണ്ടാന്നുണ്ടെങ്കിൽ ഫുള്ള് തൊലി മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ചെറിയ തൊലിയോട് കൂടിയാണ് ഇട്ടിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അത് കുറച്ചധികം മല്ലിയില, ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില കുറച്ചധികം ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കറിവേപ്പില മാത്രമായാലും മതി.
ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്താണ്. പെരിഞ്ജീരകമാണ്, ചെറിയ ജീരകമല്ല. വേണമെന്നുണ്ടെങ്കിൽ വലിയ ജീരകം ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിയാണ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം എല്ലാം കൂടിയിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷനിലാണ്. ഇത് ചേർക്കണമെന്ന് യാതൊരു വിധ നിർബന്ധവും ഇല്ല. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു 10-12 കശുവണ്ടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വേണമെന്ന് നിർബന്ധമില്ല. ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇതുപോലെ ഞെരടി നല്ലോണം കുഴച്ചെടുക്കണം. സവാളയിൽ നിന്നുള്ള ഈർപ്പൊക്കെ ഇറങ്ങി വരണം. നന്നായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി എടുത്താൽ മതിയാകും. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഗരം മസാല ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമ്മൾ എണ്ണയിലിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇത് ഉരുട്ടി എടുത്തിട്ടല്ല, നമ്മൾ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടല്ല നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ കയ്യിലെടുക്കുക, ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സവാള എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വീഴണം. ഇതുപോലെയാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മുറിച്ച് മുറിച്ച് ഇതുപോലെ വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ കയ്യിൽ കുറച്ച് ഈ മിക്സ് എടുക്കുക. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഒരു 10-20 സെക്കൻഡ് ഒന്നും ചെയ്യരുത്, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു 20 സെക്കൻഡൊക്കെ കഴിയുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ആക്കി കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. നമ്മളിതുപോലെ കൈ കൊണ്ട് അടർത്തി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. 2 വശവും നല്ലോണം മൊരിഞ്ഞ് വരട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നല്ലോണം മൊരിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ടാണ് മുഴുവൻ റാഗിയിൽ ഇത് ചെയ്തിട്ട് എടുക്കുന്നത്. കണ്ടില്ല, നമ്മൾ സവാള ഇങ്ങനെ കുറച്ച് കനത്തിൽ അരിഞ്ഞത് കൊണ്ടാണ് ഇതുപോലെ കിട്ടിയത്. നമ്മൾ കനം കുറച്ച് സവാള അരിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടില്ല. ആ സവാളയിൽ നമ്മൾ അരച്ചെടുത്ത മാവ് പറ്റി പിടിച്ചിരിക്കണം. നല്ലൊരു ഗോൾഡൻ നിറാവട്ടെ. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുക്കുക. ഒരുപാട് കൂട്ടിയിടണ്ട. നല്ലൊരു മണമാണ്, മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെയൊക്കെ നമ്മൾ ഇത് കുതിർക്കാൻ വെച്ചിട്ട് വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലൊക്കെ നമ്മളെല്ലാം കൂടി അരച്ചെടുത്തിട്ട് ചെയ്തെടുത്താൽ മതി. ഉരുട്ടി ബോൾ പോലെ ഉരുട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം മൊരിഞ്ഞ് കിട്ടില്ല. ഇതുപോലെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ തട്ടി നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരും. ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ കളറൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് മാറും. അപ്പോൾ അതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചില്ല. ബാക്കി ഇരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അരിയും ഉഴുന്നും പച്ചരിയും കുതിർത്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഞാൻ കാണിച്ചതുപോലെ അങ്ങ് മുറിച്ച് കൈകൊണ്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്.
ഇപ്പോൾ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്